ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കാറിൽ AC ഇടുമ്പോഴത്തേക്കും എല്ലാവരുടെയും വിചാരം ഈ ഫാൻ കൂട്ടുന്നതിനനുസരിച്ചിട്ടാണ് മൈലേജ് കുറയുന്നത്. കാരണം ഞാൻ ഈ അടുത്ത് കണ്ടു ആൾക്കാർ AC ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് പറയുന്നത് AC കൂട്ടാൻ പറഞ്ഞപ്പോൾ 2 ഇടണ്ട മൈലേജ് കുറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ശരിക്കും വരുന്നത് ACയുടെ ഫാൻ കൂട്ടുമ്പോഴല്ല നമുക്ക് മൈലേജ് കുറയുന്നത്, നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ്. കാരണം ടെമ്പറേച്ചറിലാണ് വണ്ടിയുടെ കംപ്രസറിൻ്റെ ലോഡ് വരുന്നത്. ഈ ലോഡ് മാക്സിമം ലോഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ലോ ടെമ്പറേച്ചറിൽ ഇട്ടപ്പോഴാണ് ഏറ്റവും ലോഡിൽ മാക്സിമം കപ്പാസിറ്റിയിൽ അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് വണ്ടിയുടെ പവർ കുറയുന്നതും മൈലേജ് കുറയുന്നതും. അത് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ മാക്സിമം കുറച്ചിട്ടിരിക്കുന്നത്, മീൻസ് മാക്സിമം ലോഡ് കുറച്ചിട്ടിരിക്കുന്നത്, ടെമ്പറേച്ചർ കൂട്ടിയിട്ട്. അധികം തണുപ്പില്ല. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല. ഈ ഒരു ഡയലിലും മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഇനി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഉള്ള വണ്ടികളാണെങ്കിൽ നമുക്കിപ്പോൾ നമ്പറിൽ തന്നെ കാണാൻ പറ്റും, 20, 21 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. നമുക്ക് അത് 24 ഒക്കെ ഇട്ടാൽ മതിയാവും. ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് മൈലേജ് കൂടുന്നതും കുറയുന്നതും ഒക്കെ വരുന്നത്. അല്ലാതെ ഒരിക്കലും ഫാനിലല്ല അത് വരുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.